നമസ്കാരം. വടകരയിലെ കണ്ണുക്കരയിലെ മാടാക്കര മുഹിയുദ്ദീൻ ജുമാഅത്ത് പള്ളിയിലെ അടിപിടിയാണ് നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണേണ്ടത്. നോക്കൂ, പോലീസ് ബൂട്ടിട്ട് പവിത്രമായ പള്ളിക്കകത്ത് കയറി നെരിവട്ടം തല്ലുകയാണ്. പുണ്യ നബിയുടെ, അതായത് സുജൂദിൽ പോയ സമയത്ത് കഴുത്തിൽ ഒട്ടകമാല ഇട്ടിട്ട് അത് അവിടെ തന്നെ സുജൂദിൽ തുടർന്ന പ്രവാചകൻ, ക്ഷമയുടെ അങ്ങേയറ്റമായിരുന്ന പ്രവാചകൻ്റെ ജന്മദിനത്തിൻ്റെ തലേ ദിവസം മൗലിദ് പാരായണത്തിന് നേതൃത്വം കൊടുത്ത പള്ളിയിലെ ഖത്തീബിനെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ ബഹളമുണ്ടാക്കി. അങ്ങനെ പോലീസ് വന്ന് അടിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് മുഹിയുദ്ദീൻ പള്ളിയുടെ സമീപത്ത് പോയിട്ട് ആ സ്ഥലം കൂടെ കണ്ടിട്ട് പറയാം. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വടകരയിലെ കണ്ണൂക്കരയിലെ മാടാക്കര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലാണ്. അപ്പോൾ നിങ്ങളൊക്കെ വിഷ്വൽ കണ്ടിരിക്കും. നബിദിനത്തിൻ്റെ തലേ ദിവസം പോലീസ് ബൂട്ടിട്ട് കയറിയിട്ട് ആളുകളെ അടിച്ചോടിക്കുന്ന വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അപൂർവമായിട്ടാണ് ഒരു പള്ളിയിൽ, മതസ്ഥാപനങ്ങളിൽ ഇതേപോലെ പോലീസ് ബൂട്ടിട്ട് കയറിയിട്ട് ആളുകളെ അടിച്ചോടിക്കുന്നത്. പണ്ട് ശിവഗിരിയിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായൊരു സംഭവമാണ് ഈ മാടാക്കരയിലെ 100 വർഷത്തിലധികം പഴക്കമുള്ള ഈ തീരദേശത്തുള്ള സാധാരണക്കാർ അവരുടെ ആരാധന നിർവഹിക്കുന്ന ഈ പള്ളിയിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഈ പള്ളിയിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ആ പള്ളിയിലെ ഖത്തീബ്, സ്ഥിരമായിട്ട് ജുമാ നേതൃത്വം കൊടുക്കുന്ന ഖത്തീബ്, ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ തന്നെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തു. അങ്ങനെ നബിദിനത്തിൻ്റെ തലേ ദിവസം അദ്ദേഹം ഈ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള ഒരു തർക്കമാണ് ഈ വിഷയത്തിലേക്ക് എത്തിയത്. ഇവിടെ വഖഫ് ബോർഡിൻ്റെ സാന്നിധ്യത്തിൽ, അതേപോലെ തന്നെ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ തുടങ്ങിയ ആളുകളുടെയൊക്കെ സാന്നിധ്യത്തിൽ ജനകീയമായി തെരഞ്ഞെടുപ്പ്, ജനാധിപത്യ രീതിയിൽ ആളുകൾ കൈപൊക്കി വോട്ട് ചെയ്ത് ബഹുഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി വിജയിച്ച ആളുകളാണ് പള്ളി ഭരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറുഭാഗത്തുള്ള ആളുകൾ, പരാജയപ്പെട്ട ആളുകൾ ആ വിജയത്തെ, ആ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കാതെ അതിനെ വെല്ലുവിളിക്കുന്ന സമീപനം അത് ശരിയല്ല. തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് പരാതി ഉണ്ടാവും. പരാതി ഉണ്ടെങ്കിൽ കോടതികളിൽ പോകണം. കോടതിയിൽ പോയി നമ്മൾ മനസ്സിലാക്കുന്നത്, അതുമായിട്ട് മുന്നോട്ട് പോവുക. മറ്റ് നിയമയുദ്ധം നടത്താം, അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാം, അതിനൊന്നും ആരും എതിരില്ല. പക്ഷേ ജയിച്ചവർ അംഗീകരിക്കണം. ആര് ജയിച്ചാലും അവരുടെ ആ തെരഞ്ഞെടുപ്പിന് അംഗീകരിക്കണം. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ഏകപക്ഷീയമായിട്ട് ഒരു പക്ഷത്തിൻ്റെ ഭാഗത്ത് ഇടപെടരുത്. ജനാധിപത്യപരമായിട്ടുള്ള ഒരു നിലപാട്, അത് മാന്യമായിട്ട് നീതിപൂർവ്വം ഇടപെടണം. ഒരു പക്ഷം ചേർന്നുകൊണ്ട് ഇടപെടാൻ പാടില്ല. ഇവിടെ ജനാധിപത്യപരമായിട്ട് വഖഫ് ബോർഡിൻ്റെ പ്രതിനിധിയുടെയും, അതേപോലെ തന്നെ ആ യോഗത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അബ്ദുൽ സമദ് പൂക്കോട്ടൂരും ആ യോഗത്തിലുണ്ട്. അപ്പോൾ ആ ജയിച്ച ആളുകൾ അംഗീകരിക്കണം. ആ ജനാധിപത്യത്തെ അംഗീകരിക്കുക എന്നുള്ളത് മര്യാദയാണ്, മാന്യതയാണ്. അപ്പോൾ പോലീസ് യാതൊരു മാന്യതയില്ലാതെ നമ്മൾ പള്ളിയിൽ കണ്ടു, യാതൊരു മാന്യതയില്ലാതെ പള്ളിക്കകത്ത് കയറി ബൂട്ടിട്ട് ചവിട്ടി അത് വൃത്തികേടാക്കിയത് ശരിയായില്ല. തന്നെയല്ല, വിശ്വാസികൾക്ക് അടി കൊണ്ടു. അപ്പോൾ ഇത് സാഹചര്യം ഉണ്ടാക്കിയതും, ഇപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നു, 10 ദിവസമായിട്ട് നബിദിനവുമായിട്ട് ബന്ധപ്പെട്ട് മൗലിദ് പാരായണം നടക്കുന്നു. അങ്ങനെ നബിദിനത്തിൻ്റെ തലേ ദിവസം ഒന്ന് ക്ഷമിച്ചാൽ മതി. പക്ഷേ അത് പരസ്യമായി ബഹളം ഉണ്ടാക്കി പോലീസ് ഉള്ളിൽ കയറുന്ന അവിടുത്തെ ഖത്തീബിനെ ആക്രമിക്കുന്നു. പള്ളി ഭാരവാഹികൾക്ക് നേരെ ആക്രമണം. അപ്പോൾ പരാജയപ്പെട്ട ആളുകൾ കയ്യൂക്ക് കൊണ്ട് ഇതിനെ നേരിടുക എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. അത് മാന്യമായിട്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ വളരെ മോശമായി ഇടപെട്ടു. അപ്പോൾ പോലീസ് അതിനുള്ളിൽ കയറാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. പക്ഷേ ബൂട്ടിട്ട് കയറിയത് ഒരിക്കലും ശരിയായില്ല. ബൂട്ട് പുറത്ത് അഴിച്ചു വെക്കേണ്ടിയിരുന്നു. ഈ കേരളത്തിലെ UDF, അതും മുസ്ലിം ലീഗ് ഭരണത്തിലുള്ള സമയത്ത് ഒരു പള്ളിക്കകത്തേക്ക് പോലീസ് ബൂട്ടിട്ട് കയറി അത് വൃത്തികേടായതും നബിദിനത്തിൻ്റെ തലേ ദിവസം ഈ രൂപത്തിൽ ആളുകളെ നേരിട്ടത് ശരിയായില്ല. കുറച്ചുകൂടെ മാന്യത കാണിക്കേണ്ടിയിരുന്നു, ശരിയായില്ല. ഇതൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കാലത്തായിരുന്നെങ്കിൽ, പിണറായിൻ്റെ കാലത്തൊക്കെ ആയിരുന്നു ഇത് സംഭവിച്ചതെങ്കിൽ 3 ദിവസം കേരളത്തിൽ ഇത് തന്നെ ബഹളമാവുകയായിരുന്നു. വലിയ പ്രക്ഷോഭം ഉണ്ടാവുമായിരുന്നു, വലിയ പ്രതിഷേധം ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല, ആർക്കും യാതൊരു തരത്തിലുള്ള പരാതിയുമില്ല. പള്ളിയിൽ കയറി അടിച്ചാലും ക്ഷേത്രത്തിൽ കയറി അടിച്ചാലും ആർക്കും ഒരു പരാതിയില്ലാത്ത അവസ്ഥയാണ്. ഏതായാലും വളരെ മോശമാണ്, ലജ്ജാകരമാണ്. കേരള പോലീസിൻ്റെ ഈ നടപടിയെ വളരെ കൃത്യമായിട്ട് അപലപിക്കുന്നു. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഈ മാടാക്കരയിലെ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് നടന്നിരിക്കുന്നത്. അതിനെ അപലപിക്കുകയാണ്. ഇന്നത്തെ ചന്ദ്രിക പത്രത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടേതായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വാർത്ത വായിക്കുന്നതോടൊപ്പം വിഷ്വലും സമയക്കുറവുണ്ട്, അതങ്ങ് കണ്ടാൽ മതി. നോക്കുക, ആ പറയുന്നത്
പല പള്ളികളിലും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. ചർച്ചയിലൂടെയും വ്യവഹാരത്തിലൂടെയും അവ പരിഹരിക്കുകയോ ഒത്തുതീർപ്പിലൂടെ മുന്നോട്ട് പോവുകയോ എന്നതാണ് രീതി. എന്നാൽ നബിദിന പരിപാടിയെ സംബന്ധിച്ച് ആലോചിക്കാൻ വിശ്വാസികൾ പള്ളിക്കകത്തിരിക്കുമ്പോൾ കാര്യമായ പ്രകോപനമില്ലാതെ പള്ളിക്കകത്ത് ബൂട്ടിട്ട് കയറി അസഭ്യവർഷം നടത്തി വിശ്വാസികളെ ലാത്തിച്ചാർജ് നടത്തുന്ന പൈശാചികതയാണ് ചോമ്പാല സിഐയുടെ നേതൃത്വത്തിലുണ്ടായത്. നേരത്തെയും പല പരാതികളും ഉയർന്നു വന്ന ഈ CPM മനസ്സുള്ള ഈ പോലീസുകാരൻ ഭരണം മാറിയതുപോലും അറിയാതെ പഴയ സംഘപരിവാർ ദാസ്യം പുറത്തെടുത്തുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. പള്ളിക്കകത്തുണ്ടായിരുന്നവരുടെ സംയമനമാണ് സംഘർഷം ഒഴിവാക്കിയതും ആ ഹീന മനസ്സിന് ഉടമയായ പോലീസുകാരൻ്റെയും അദ്ദേഹത്തിന് കൊട്ടേഷൻ കൊടുത്തവരുടെയും ഇംഗിതം പാളിപ്പോയതും. നോക്കുക, ഈ ചോമ്പാല CI അവിടെ സ്ഥാപിച്ചത് മുസ്ലിം ലീഗിൻ്റെ നേതാവായിരിക്കുന്ന പാറക്കൽ അബ്ദുള്ളയുടെ സ്വാധീനപ്രകാരം വന്ന ആളാണെന്ന് എല്ലാ ജനങ്ങളും പറയുന്നത്. ഇനി നോക്കണേ, നബിദിന പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നത് ഞാൻ നോക്കാം. നബിദിന പരിപാടിയെക്കുറിച്ചിട്ട് ആലോചിക്കാനുള്ള യോഗമാണ്. നോക്കണം എന്താ ഇങ്ങനെ ആട്ടോ, നബിദിനത്തിൻ്റെ മൗലിക പാരായണത്തിൻ്റെ ഇടയ്ക്ക് ലീഗ് ആലോചിക്കും. വളരെ മാന്യമായ ഭാഷയിലാണ് സംസാരം, അതും നോക്കണം. അപ്പോൾ ഈ ബൂട്ടിട്ട് കയറിയ പോലീസുകാരെക്കാൾ മോശമായിട്ട് അവിടെ കുറേ ആളുകളും പെരുമാറി. പോലീസുകാർ മാത്രമല്ല കുറ്റം പറയേണ്ടത്, അവിടെ പോലീസുകാർ ബൂട്ടിട്ട് കയറിയതുപോലെ അതിനേക്കാൾ വൃത്തികെട്ട വാക്കുകളും അസഭ്യവർഷവും ഒരു നബിദിനത്തിൻ്റെ തലേ ദിവസം മൗലിക പാരായണം നടത്തുന്ന ഒരു പള്ളിയിലെ ഖത്തീബിന് നേരെയും അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്ക് നേരെയും ഒരു വിഭാഗം ആളുകൾ നടത്തിയുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൂടെ കാണട്ടെ, രണ്ടും മോശമാണ്. UDFിൻ്റെ കാലത്ത് നടത്തിയത് രണ്ടും ഒരു പള്ളിയിൽ കുഴപ്പമുണ്ടാക്കുകയാണ്. അവിടുത്തെ ഭരിക്കുന്ന ഭരണകക്ഷി എന്ന് പറയുന്നത് 15 ആൾ ലീഗുകാരാണ്. കുഴപ്പമുണ്ടാക്കുന്നത് പുറത്ത് വേറൊരു വിഭാഗം ലീഗുകാരാണ്. നിങ്ങൾ വളരെ മോശമായിട്ട് പക്ഷം ചേർന്ന് പറയരുത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഈ മാടാക്കരയിലെ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് നടന്നിരിക്കുന്നത്. അതിനെ അപലപിക്കുകയാണ്. നന്ദി, നമസ്കാരം.